പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂല വിധിയുമായി US സുപ്രീം കോടതി. ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപ് ഭരണകൂടത്തെ സുപ്രീം കോടതി അനുവദിച്ചു. എലോൺ മസ്ക് നേതൃത്വം നൽകിയിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി നടത്തിയ പിരിച്ചുവിടലുകളെ തടഞ്ഞുകൊണ്ടുള്ള കീഴ്ക്കോടതി വിധികൾ ഇതോടെ അസാധുവായി. പടിഞ്ഞാറൻ യുക്രൈനിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 13 പേർക്ക് പരിക്കേറ്റു. അതേസമയം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു. യുക്രൈന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് US പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് റഷ്യൻ ആക്രമണം. നേപ്പാളിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 9 പേർ മരിച്ചു, 20-ലേറെ പേർക്ക് പരിക്കേറ്റു. നേപ്പാളിലെ റസുവ ജില്ലയിലെ ലെൻഗെ, ഫോർട്ട്, കോസി നദികളിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. വൈദ്യുത വിതരണ ശൃംഖലയെ അടക്കം ബാധിച്ച വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി. പാർട്ടി സ്ഥാപക നേതാവ് ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് പ്രക്ഷോഭം നയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി അലീമ ഖാൻ പറഞ്ഞു. അടുത്ത മാസം 5-ന് ഇമ്രാൻഖാൻ ജയിലിലായിട്ട് 2 വർഷം തികയും. സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഇമ്രാൻഖാൻ നിർദ്ദേശം നൽകിയതായും അലീമ ഖാൻ അറിയിച്ചു.